എങ്ങനെയാ ലീച്ച് സംഭവിക്കണേ? നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണ്, ദുബായിലാണ് നമ്മൾ, അവിടെ ഉള്ള ആൾക്കാരാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കഥകൾ എപ്പോഴും വൈകിട്ട് ഇരുന്ന് സിനിമ, ആദ്യം എങ്ങനെ സിനിമയിൽ പോവാം, അഭിനയത്തിൽ ആരും വിളിക്കുന്നില്ല, അവസരങ്ങൾ ആരും തരുന്നില്ല. ഇതിൽ നായകനല്ലേ? ഇതിൽ നായകനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ നാടകങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നാടകം, മിമിക്രി, നമ്മൾ മിമിക്രി ട്രൂപ്പിനെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. മാഡ് എന്ന് പറഞ്ഞൊരു മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ, അതെല്ലാം നമ്മൾ ഒരുമിച്ച് തന്നെ ഉണ്ട്. അപ്പോൾ മിമിക്രി അവിടെ സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, അതുപോലെ നാടകങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു ത്രെഡ്സ് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്നാൽ പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് പോവാം, സിദ്ദിഖ് ലാൽ സാർക്ക് വന്ന പോലെ, അല്ലെങ്കിൽ പിന്നെ ബിവിൻ ഉണ്ണികൃഷ്ണനൊക്കെ പോലെ നമുക്കൊരു ടീമായിട്ട് സിനിമയിലേക്ക് പോവാം. കാരണം നമുക്ക് പരിചയത്തിൽ ആവശ്യക്ക കോട്ടയം നസീർക്ക് അങ്ങനെ കുറേ ആൾക്കാരെ അറിയാം. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകാമെന്നുള്ളത് നമ്മൾ കഥകളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഒരു പിന്നെ സിനിമ ഒരു കഥ ചർച്ചയിൽ വരുന്നതും ഒരു ഡിസ്കഷൻ, ഒരു പുതിയ ടീമിനെ നമുക്ക് ചെയ്യാമെന്ന്, പിന്നെ ഒരു പ്രൊഡക്ഷൻ കമ്പനി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചിന്തിച്ചാലോ എന്ന് വിചാരിച്ചു. കാരണം അതിനൊരു വഴികാട്ടിയൊക്കെ നമ്മൾ പൃഥ്വിരാജൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു സ്വന്തം ഒരു സെറ്റപ്പ് ആക്കി എടുത്തിട്ട് നമുക്ക് തന്നെ ചെയ്യാം. പ്രൊജക്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മളെന്ന് അഭിനയിക്കണം എന്നല്ല, ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു സിനിമ ഉണ്ടാക്കി എടുക്കാന്നുള്ള ചിന്തയിൽ വന്നു. അപ്പോൾ അത് നമ്മൾ അവിടെ ചിന്തിച്ചില്ല ആദ്യം. പക്ഷെ അത് സംസാരിച്ചു വന്നപ്പോൾ നമുക്കും കുറച്ച് ആൾക്കാർക്ക് അഭിനയിക്കാം, വേറെ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാം എന്നൊക്കെ തീരുമാനിച്ചു. പിന്നെ ഇദ്ദേഹത്തിനെ പോലത്തെ ഭയങ്കര കലാകാരനൊന്നും ഒരിക്കലും കേരളം മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരാഗ്രഹം. അഭിനയത്തെ മിസ് ചെയ്തു. അതിനെ പറഞ്ഞു, അഭിനയത്തിൽ തന്നെ. കാരണം അത്രക്കും പാഷനായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മളെല്ലാ സുഹൃത്തുക്കളും അങ്ങനെ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ബുക്ക് ഓഫ് സിനിമ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ബുക്ക് ഓഫ് സിനിമ, നല്ല പേര്. അതെ. അപ്പൊ അതിൽ ഓരോ പേജുകളും ഓരോ സിനിമകളായിട്ട് മാറ്റണം എന്നുള്ളൊരു ചാപ്റ്റർ, പേജ് 1, പേജ് 2, പേജ് 3 അങ്ങനെ ഓരോ സിനിമകളായിട്ട് വരട്ടെ എന്നുള്ള ചിന്തയിലൊക്കെ ഒരു സംഭവം നമ്മൾ തുടങ്ങി. അപ്പൊ അത് ഞാനും ഇദ്ദേഹം പിന്നെ നമ്മളിതിന്റെ ഡയറക്ടർ വേറെയാണ്. അപ്പൊ മൂന്നാളും കൂടി നമ്മളിങ്ങനെ ഒരു പടം പ്രൊജക്ടിനെ പറ്റി ആലോചിച്ചു. പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാമെന്നുള്ള ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാമെന്നുള്ള പ്ലാനിൽ അത് ചിന്തിച്ചു. ബാസ്റ്റേഡ്സ് എന്നൊക്കെ പറഞ്ഞൊരു പേരിട്ടിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ടൊരു സംഭവം പ്ലാൻ ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കഥയിൽ പിന്നെ വേറൊരു ചേഞ്ചസ് വന്നു, വേറെ സബ്ജക്റ്റിലേക്ക് പോയി. അതിന് ഡിമാൻഡ് ചെയ്യുന്നത് ന്യൂ ഫേസസ് തന്നെയായിരുന്നു. അല്ലെങ്കിൽ അത് പിന്നെ എല്ലാവർക്കും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് ചെയ്യുമ്പോൾ ആ കഥാപാത്രം അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും മുൻധാരണ പ്രേക്ഷകന് വരുന്നത് കൊണ്ട് അത് കൂടുതൽ ന്യൂ ഫേസസ് തന്നെ വരണമെന്ന്. പിന്നെ നമുക്കും അറിയാലോ ന്യൂ ഫേസസിന് എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് സിനിമയിൽ വരാനും ഒക്കെ. നമ്മളെന്തായാലും മെനക്കിടുന്നുണ്ട്, നോക്കാം നമുക്കെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളെ ഇൻവെസ്റ്റേഴ്സിനോടൊക്കെ സംസാരിച്ചപ്പോഴും അവരും ന്യൂ ഫേസസിന് കുഴപ്പമില്ല, നമുക്ക് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം നമ്മളൊക്കെ എപ്പോഴും സിനിമ, ഞാനും ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ സിനിമയിലൊക്കെ ചെറിയ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. പേടിത്തൊണ്ടെന്ന് നമ്മുടെ സിനിമയിലായിരുന്നു ഞാൻ സുരാജ് ഏട്ടൻ്റെ ഒരു സുഹൃത്തായിട്ടും മധുപാൽ സാറിൻ്റെ മകനൊക്കെ ആയിട്ടൊക്കെ അഭിനയിച്ചു. അപ്പോൾ അവിടുന്ന് മുതലല്ലേ എവിടെയായാലും നമ്മൾ പോകുമ്പോൾ നമ്മളെ തന്നെ കോസ്റ്റ്യൂംസ് നമ്മൾ കൊണ്ടുപോകണം, നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയും, നോക്കും. കാരണം അത്തരത്തിലുള്ള സീൻസ് അല്ലേ ഉള്ളൂ, അപ്പോൾ അവിടെയാണ് നിർത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ സിനിമയിൽ ഇങ്ങനെ നിന്നിട്ടുള്ളൂ, എവിടെയെങ്കിലും പോയിരിക്കുക അവിടെ. അപ്പോൾ നമ്മൾ ടീമാകുമ്പോൾ പുതിയ ആൾക്കാർക്ക് നമ്മൾ തന്നെ കോസ്റ്റ്യൂംസ് കൊടുക്കണം, നമുക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, ആക്ടിങ് വർക്ക്ഷോപ്പ് കൊടുക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു സിനിമ വയനാട്ടിൽ വെച്ചിട്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഏത് ജോണറിൽ വേണം എന്നുള്ള ഡിസ്കഷൻ വന്നപ്പോൾ ആക്ഷൻ പടങ്ങളിലേക്ക് പോവാം എന്നുള്ള തീരുമാനം. അതാകുമ്പോൾ ഒരു വേൾഡ് വൈഡ് ആക്സെപ്റ്റൻസ് കിട്ടും. ഇപ്പോൾ OTT ഒക്കെ വന്നതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെയുള്ള സിനിമകൾ എല്ലാവരും കാണുന്നുണ്ട്, റീജിയണൽ എന്നുള്ള സംഭവങ്ങളില്ലാതെ. അപ്പോൾ ആ ഒരു ആക്ഷൻ, ഒരു ത്രില്ലർ ജോണറിലുള്ള സർവൈവൽ ത്രില്ലർ പിടിക്കാം എന്നുള്ള രീതിയിലേക്ക് സബ്ജക്റ്റിലേക്ക് തന്നെ നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ട് അങ്ങനെ ലീച്ച് എന്ന് പറഞ്ഞാൽ അട്ട. അപ്പോൾ അതിന്റെ നമ്മൾ രക്തം കുടിക്കുന്ന, അതെ രക്തം കുടിക്കുന്നത്. അപ്പോൾ അതിന്റെ സ്വഭാവമുള്ളൊരു മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മൾ ചെന്നപ്പെടും. നമുക്ക് തൊട്ടടുത്തിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് പേരും, നമ്മൾ വളരെ പോളിഷ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക, ഡീൽ ചെയ്യുന്നുണ്ടാവുക. അതിലൊരു അട്ടയാണോ ഈ അട്ട? അതെ, അട്ടയാണല്ലേ അവസാനം ലീഡ് ചെയ്തേക്കുന്നത്. ഞാൻ അവന്റെ സ്നേഹം ഒറ്റി കുടിക്കാറുണ്ട്, ചോര കുടിച്ചിട്ടില്ല, അത് ഇനി കുടിച്ചോളൂ. അപ്പൊ അങ്ങനെയായിരുന്നു ആ സബ്ജക്ട് സംഭവിച്ചത്. അപ്പൊ നമ്മളൊരു 1000-ഓളം പുതിയ, ഞാനും നിസാമും പിന്നെ അതെ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഫിക്സ്ഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ അഭിനയിക്കാന്നുള്ളത്. ബാക്കി ഒരു ഇതിനകത്ത് 10 ക്യാരക്ടേഴ്സ് ടോട്ടൽ ഉള്ളൂ. നിങ്ങൾ 2 പ്രൊഡ്യൂസേഴ്സ് ആണ്. ഇദ്ദേഹം കൂടി ഉണ്ട്. നമ്മൾ സുഹൃത്തുക്കളും കുടുംബങ്ങളൊക്കെ ജ്യൂസിലിരിക്കാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഒരു 7 സിനിമ 8 സിനിമ ഇതെന്റെ 9ാമത്തെ സിനിമയാണ്. അത് ഒരു പടം വെള്ളത്തിൽ മാത്രം ഒരു ഡയലോഗ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. വേറെ ഒരു ജിമ്മി എന്ന പടത്തിൽ കുറച്ച് ഉണ്ടായിരുന്നു. പക്ഷെ ഈ 7 സിനിമയിൽ ഞാനൊരു 7 ലക്ഷം രൂപ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ചില പടങ്ങളിൽ പാസിംഗ് ഷോട്ട് ആയിരിക്കും, ഡയലോഗ് ഉണ്ടാവില്ല, ചിലപ്പോൾ നിൽക്കാനേ പറ്റൂല, അങ്ങനെയൊക്കെ കുറെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. പോക്കുവരവ്, അവിടെ താമസം, ഭക്ഷണം, എല്ലാ കാര്യങ്ങളൊക്കെ. അതാ പറഞ്ഞ മൂന്നാമത്തെ എട്ടിൽ ചോദിച്ചപ്പോൾ അടിയും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പ്രൊഡ്യൂസർ സീറ്റിൽ ഇരുന്നപ്പോൾ ജ്യൂസ് കൊണ്ടുവന്നത് രണ്ടും ഫീൽ ചെയ്യാൻ പറ്റി എന്ന് കരുതിയിട്ട് നമുക്ക് അഭിനയിക്കാൻ
ഇപ്പൊ ബുക്ക് ഓഫ് സിനിമയുടെ ഒരു ആഗ്രഹം നല്ല സംഭവങ്ങൾ ഉണ്ടാവുക, പുതിയ പുതിയ ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കുക, കൂട്ടത്തിൽ നമുക്ക് അഭിനയിക്കാം. നമ്മളെ ഇതിനകത്തുള്ള എല്ലാവർക്കും പ്രൊഡ്യൂസറിന്റെ ഒരു ഫീലിനെ കിട്ടിയിട്ടുണ്ടാവും. കാരണം നമ്മൾ അങ്ങനെ എല്ലാവരും അതുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നാൾക്ക് ഇന്ന ഫുഡ് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ജ്യൂസ് ഇരുന്ന് കുടിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് അവരുണ്ട്. ആകെ 10 പേരേ ഉള്ളൂ നമ്മൾ ക്രൂ മീൻസ് കാസ്റ്റിൽ. ബാക്കി 80ഓളം ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സൈറ്റിൽ. പക്ഷെ നമ്മൾ ആ 10 പേർക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമ്മളങ്ങനെ പ്രൊഡ്യൂസർ ആണെന്നോ അങ്ങനെയൊന്നുമില്ല. കാരണം ഇത് ആക്ഷൻ പടമാണ്, പുതിയ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ചെറിയ പണിയല്ലല്ലോ. നമ്മൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്കും അറിയില്ല. അപ്പോൾ അതിനകത്ത് സ്ത്രീ കഥാപാത്രങ്ങൾ 2 കഥാപാത്രങ്ങൾ അവരാണ് മെയിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ത്രൂ ഔട്ട്. ആണുങ്ങളെക്കാൾ കൂടുതൽ ഫൈറ്റ് ചെയ്യുന്ന അവരൊക്കെ. അപ്പോൾ അവരൊന്നും ഇതുവരെ അങ്ങനെ സംഭവം ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ആക്ട്രസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഇപ്പോൾ വിചാരിച്ച സമയത്തൊന്നും തീർക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവരുടേതായ ഒരു ഇതിന് നമ്മൾ നോക്കണം. എൻ്റെയൊക്കെ മൂക്ക് പൊട്ടി ചോര വരുന്നു, നമ്മളപ്പം തന്നെ ഒന്ന് തുടച്ച് ക്ലിയറായി നമ്മൾ അഭിനയിക്കുന്നു. മറ്റേത് പറയുകയാണെങ്കിൽ വാർത്തയായി, കുറെ സമയം പോയി, നമ്മൾ പോയി. ഫസ്റ്റ് ഒരു ഷോട്ട് ഉണ്ട്, അതായത് നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഈ ആക്ഷനിലൊക്കെ വെക്കുന്നത്. അപ്പൊ ഒരു ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വെക്കണം എന്നാണ് സ്റ്റഡ് മാസ്റ്റർ പറഞ്ഞത്. ഒന്ന് കൂട്ടുകാരൻ, 2 പ്രൊഡ്യൂസർ കൊണ്ട് ഒറ്റയടി കലങ്ങിയിട്ടുണ്ടല്ലോ. ഞാൻ എന്താ ഇങ്ങനെ കിളി പറഞ്ഞിട്ട് അവിടെ കിടന്നുപോയി. സംഭവം പൈപ്പാണ്, നമ്മുടെ കയറൊക്കെ കെട്ടിയിട്ടുള്ള സംഭവമാണ്. പക്ഷെ ഇതിന്റെ അവര് റബ്ബറാന്ന് പറഞ്ഞു, ഇതിന്റെ അതിന്റെ ഉള്ളില് ഒറിജിനാലിറ്റിക്ക് വേണ്ടിട്ട് അങ്ങനെ ഇങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി വെച്ചിരുന്നു. അത് ഇവനും അറിയില്ല ഇതിന്റെ സംഭവം. ഒറ്റയടി ചെകളത് ചെന്ന് കിട്ടി. അതൊന്ന്. രണ്ടാമത്തെ അതോടുകൂടി കുറച്ചുകൂടി ശബ്ദം ഗാംഭീര്യം വന്നു, പാട്ടുകൾ പാടാൻ തുടങ്ങി. അതുപോലെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് പിന്നൊരു ചവിട്ടുണ്ട്. അപ്പം ഒരു സ്റ്റെപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് 2 ആളെ പിടിച്ചിട്ട് ഒരു കാലിന്റെ ഒരു ഷോട്ട് മാത്രം, ക്ലോസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ജസ്റ്റ് തട്ടിയാൽ ഞാൻ പോയിക്കോളൂ. വുഡ്ലാൻഡിന്റെ ആ സാധനം ഒരു ചവിട്ടോട്ടിട്ട് 2 സ്റ്റെപ്പ് അപ്പുറത്തൊക്കെ പറഞ്ഞടിച്ച് വീഴ. അതായത് അതൊക്കെ പക്ഷെ എൻജോയ് ചെയ്തു. നമുക്കൊരു ഫൈറ്റ് സീനിലൊക്കെ ഒരു സാധനം ചെയ്യാൻ പറ്റാതെ പറഞ്ഞാൽ നമ്മളെ ആര് വിളിച്ച് ഫൈറ്റ് ചെയ്യിപ്പിക്കാനാണ്. ഇവിടെ പാസിംഗ് ഷോട്ട് ഡയലോഗ് കിട്ടില്ലാത്ത അവസ്ഥയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഭയങ്കര എൻജോയ്. എത്ര ചവിട്ട് കുത്ത് കിട്ടിയാലും നമ്മളെല്ലാവരും അപ്പോൾ തന്നെ ചാടി അടിച്ച് റെഡി സാർ അത്ര ആകത്തില്ല. ഒരുപാട് ദിവസം നമുക്ക് ഈ കരണം പറയാനും മറ്റേതൊക്കെ ആയിട്ട് കുറെ ക്ലാസ്സുകളൊക്കെ തന്നിരുന്നു അല്ലേ. ഒരാഴ്ച സ്റ്റണ്ട് മാത്രം പഠിപ്പിച്ചിരുന്നു, അങ്ങനെ കുറച്ച് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ആക്ടിങ്ങിന് നമ്മൾ ശ്രീജിത്ത് രാമൻ എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ശ്രീജിത്ത് പോൽക്കാവുന്ന 2 തിയേറ്റർ പ്രൊഫസേഴ്സും തന്നെ വന്നിട്ട് അവരൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ക്ലാസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, നമ്മുടെ പുതിയ ആൾക്കാരാണെങ്കിലും. അപ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ മേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിട്ട് എല്ലാവരും ടെക്നിക്കലി, കാരണം എല്ലാം ഫേസ് ചെയ്യുന്ന എല്ലാം പുതിയ ആൾക്കാരാണ്. പിറകിൽ അതുപോലെ തന്നെ പുതിയ ആൾക്കാരൊന്നും പിന്നെ പടം വീണു പോകും. അപ്പോൾ പിറകിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ നല്ല ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ക്യാമറ ആയാലും അതിന്റെ ആർട്ട് ആയാലും എല്ലാം. രജനി സാറിന്റെ കൊറിയോഗ്രാഫി ഒക്കെ ചെയ്യുന്ന ഷെരീഫ് മാസ്റ്റർ. രജനി സാറിന്റെ കൊറിയോഗ്രാഫി തമിഴ് ചെയ്യുന്നതാണ്. ഷെരീഫ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് പേട്ട, ആറാട്ട് എന്നൊക്കെ ചെയ്തിരിക്കുന്ന വലിയ വലിയ കൊറിയോഗ്രാഫർ. ക്യാമറ ആര്യ അലക്സായിട്ട് 2 ക്യാമറ അനാമോർഫിക് ലെൻസിലാണ് ത്രൂ ഔട്ട് മൂവി ചെയ്തത്. പിന്നെ സ്റ്റണ്ടൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തെല്ലാം വൈഡ് ഷോട്ടിലാണ്. ക്ലോസ് ഷോട്ടിലാണ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ വൈഡ് ഷോട്ടിലാകുമ്പോൾ അത്രയും പെർഫെക്റ്റ് കിട്ടണം. അതിൽ പിന്നെ സ്ത്രീ കഥാപാത്രങ്ങളാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ വളരെ ബോറായി പോകും നല്ല രീതിയിൽ ചെയ്തിട്ടില്ലേ. വൈകുന്നേരം ആകുമ്പോഴൊക്കെ എല്ലാവരും കയ്യെല്ലാം ഒടിഞ്ഞ് കാലെല്ലാം ഒടിഞ്ഞ് പോയ കുഴമ്പൊക്കെ ഇട്ടുക, രാവിലെ എഴുന്നേക്കാൻ വരിക, അവസ്ഥ എൻജോയ് ചെയ്തിട്ട് ചെയ്തൊരു പടമാണ്. എല്ലാ പുതുമുഖങ്ങൾക്കും അതൊരു, ആരോട് ചോദിച്ചാലും നമ്മൾ സിനിമയിൽ അഭിനയിച്ച എല്ലാവരോട് ചോദിച്ചാലും അവർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ മലയാള സിനിമയൊന്നും കിട്ടിയിട്ടില്ല. പലരും ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ പോയിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിപ്പോഴും പറയുന്നുണ്ട് നമുക്കത് കിട്ടിയത് ലക്ഷറി ആയിരുന്നു എന്നൊക്കെ. ആ ലക്ഷറി ആയിട്ടുള്ള കാഴ്ചക്കാർക്കും കിട്ടട്ടെ.